പത്തനാപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ജീവകാരുണ്യ പ്രസ്ഥാനമായ ഗാന്ധി ഭവനെ തകർക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്നും 700ഓളം അന്തേവാസികളുള്ള ഗാന്ധി ഭവൻ ഒരു മതേതര പ്രസ്ഥാനമാണെന്ന് SNDP യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ പത്തനാപുരം ടൗണിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടന്ന 60-ൽ പരം അന്തേവാസികൾ ഗാന്ധി ഭവനിൽ നിന്ന് അന്തേവാസികളായിട്ട് കഴിയുന്നു. മഹാത്മാഗാന്ധിയുടെയും ഗുരുദേവൻ്റെയും ഒക്കെ ആദർശവും ആപ്തവാക്യവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു പൈസ പോലും ചില്ലിക്കാശ് പോലും ഗ്രാൻഡായി കിട്ടുന്നില്ല. വളരെ സന്മനസ്സുള്ള ആളുകളുടെ സംഭാവന കൊണ്ട് മാത്രമാണ് ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത്. ഈ രാജ്യവ്യാപകമായി വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുത്തുകൊണ്ട് ഇത് അടിച്ചു തകർക്കുവാനും ഇത് നിരുത്സാഹപ്പെടുത്തുവാനുമുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാദേശികമായ GCN ചാനൽ നമുക്കറിയാം, അതിൻ്റെ പ്രവർത്തകർ എല്ലാവരും നമുക്കറിയാവുന്നവരാണ്. ഇപ്പോൾ തന്നെ ഈ ഡിജിറ്റൽ സമ്പ്രദായമൊക്കെ വന്നപ്പോൾ തന്നെ GCN വളരെയേറെ ഇത് കണക്ഷനുകൾ കുറഞ്ഞിട്ടുണ്ട്. അത് പ്രാദേശികമായിട്ട് ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് ഈ ചാനലുകളെ ദുർവിനിയോഗം ചെയ്താൽ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഇത് ബോയ്ക്കോട്ട് ചെയ്യേണ്ടി വരും. ഇതിനെ ഒഴിവാക്കേണ്ടി വരും. ഈ ചാനൽ ഞങ്ങളുടെ ആരാധന ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം ഇതിനെതിരെ ഇനിയും തുടർന്ന് ഇങ്ങനെയുള്ള അധിക്ഷേപിക്കുവാനും അടിച്ചു തകർക്കുവാനുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോയാൽ ഞങ്ങളതിന് ശക്തമായി പ്രതികരിക്കും. ഏത് രീതിയിലും ഗാന്ധി ഭവനെ തകർക്കാൻ വന്ന ഏത് ശക്തിയായാലും അതിന് ശക്തമായി പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. ജനാധിപത്യ മര്യാദ അനുസരിച്ച്. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ SNDP യൂണിയൻ പ്രസിഡന്റ് AV മുരളീധരൻ, വൈസ് പ്രസിഡന്റ് N മുരളീധരൻ, സെക്രട്ടറി NV അശോക് കുമാർ, കൌൺസിൽ അംഗങ്ങളായ R ആരോമലുണ്ണി, A ദിവാകരൻ, MA രാജേഷ് എന്നിവർ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.